ആദം നബി പറയത്ര മക്കളെ നിങ്ങളിത് അപ്പുറത്ത് പോതുവോ, നൂഹ് നബി ഇരിക്കുന്ന അങ്ങോട്ട് പോയി, എൻ്റെ കാര്യം ഇന്ന് വലിയ കഷ്ടമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ ആദം നബിയോട് അള്ളാഹു പറഞ്ഞു, ആ കാണുന്ന മരത്തിലെ പഴം മാത്രം തിന്നേക്കരുത്. ചരിത്രം അറിയുമല്ലോ. നൂഹ് നബി 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മുന്നിൽ പോയിട്ട് പറയും, ശൈഖുൽ അംബിയാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകൻ നിങ്ങളാണ്, 950 വർഷക്കാലം ജീവിച്ച പ്രവാചകൻ, ദഅവത്ത് നടത്തിയ പ്രവാചകൻ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? അപ്പോഴും പറയും, എൻ്റെ അടുത്ത നബിയെ കാണിക്കും, മുസാ നബിയെ, ഇബ്രാഹിം നബിയെ, ദാവൂദ് നബിയെ, യാക്കൂബ് നബിയെ, യൂനുസ് നബിയെ, യൂസുഫ് നബിയെ, ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ തട്ടും. എല്ലാ പ്രവാചകന്മാരും തട്ടി അവസാനം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ നബി പിന്നെ തട്ടാറില്ല. ആ പ്രവാചകൻ നമ്മളെ തട്ടിക്കളയാറില്ല. ആ പ്രവാചകനാണ് നമ്മളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മാസത്തെ ആദരിച്ചാൽ മതി, എൻ്റെ മാസത്തെ നീ ബഹുമാനിക്ക്, എൻ്റെ മാസത്തെ നീ സ്നേഹിക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ്. നാളെ പരലോകത്ത് വരുമ്പോൾ നിന്നെ ഞാൻ കാത്തു നിൽക്കും, നീ പേടിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ ബുദ്ധിമുട്ടണ്ട, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും ആ ചിന്തയുണ്ടോ? ഹദീസിൽ തന്നെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മാസം ജനങ്ങളും മറക്കുന്ന മാസമാണ്. റജബിൽ ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് എന്തുവാടാ ഒരു പുതിയ ദുആ കേൾക്കുന്ന, ഇന്ന് വരെ ഇല്ലാത്ത ദുആ? പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്തപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുക, ഇതെന്തപ്പോൾ 5 വക്കത്തിന് ഇതെന്താ പ്രത്യേകിച്ച്? അളിയ അറിഞ്ഞില്ല, റമളാൻ വരാൻ പോകുന്നു. ഓ പടച്ചോനെ, ഇപ്പോഴല്ലേ പോയേ, ഇതാ വരാൻ തുടങ്ങിയോ, തീർന്നു. കുറച്ച് ദിവസം ഇങ്ങനെ അത് കേട്ടപ്പോൾ പിന്നെ പരിചയമായി. റജബ് കഴിഞ്ഞു, ഷഅബാൻ, ഇനിയിപ്പോൾ 21 ഷഅബാൻ അവസാനം ആകുമ്പോൾ നമ്മൾ പറയും, ഇത്ര പെട്ടെന്ന് റമളാൻ ഇങ്ങ് വന്നോ? ഇതാ നമ്മുടെ ചിന്ത. ഈ മാസത്തെ ജനങ്ങൾ മറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പെട്ടെന്ന് തീർന്നു പോകും സഹോദര. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സാധാരണ ഒരു മാസമല്ല, എൻ്റെ മാസമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ആ പ്രവാചകനുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമുള്ള മാസമാണ് ശഅബാൻ മാസം. ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയണം. ആ പ്രവാചകനെ ബഹുമാനിക്കണം. ആ പ്രവാചകനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, ആ പ്രവാചകൻ്റെ ആലിനെയും ബഹുമാനിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര പ്രവാചകൻ, അതാണ് അഹ്ലു ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ചിലർക്ക് പുച്ഛമാ തങ്ങളാ. ഇപ്പം കേരളത്തിലൊക്കെ പാണക്കാട് തങ്ങൾ, രാഷ്ട്രീയക്കാർ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നവർ, തങ്ങന്മാരെ കുറ്റം പറയുന്നവരുണ്ട്, തങ്ങന്മാരെ നിസ്സാരമായി കാണുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കളിക്കാനുള്ളതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇപ്പോൾ ചോദിക്കാറുണ്ടല്ലോ, ഈ തങ്ങന്മാർക്കൊക്കെ എന്താ ഇപ്പോൾ എത്ര വില? പിന്നെ എങ്ങനെ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഒരു തങ്ങളുകുട്ടി അതിന് കണ്ടാൽ എഴുന്നേക്കും. അതാ ഒരു തങ്ങളുകുട്ടിയുടെ മഹത്വം അറിയണം, അതിന് വലിയ ആലിമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുകുട്ടിയാണെന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൈ പിടിക്കണം. എന്തുകൊണ്ടാണ്? അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, ഒരു പദവിയത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ചരിത്രം കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് സ്വഹാബി വനിതകൾ ഹിജറയ്ക്ക് പോകുന്ന ഒരു പെണ്ണിനെ കണ്ടു. ഹിജറയ്ക്ക് പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ